ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പ്ലെൻഡർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് കുറേ നാളായി, ഏകദേശം 3 മാസത്തോളം വണ്ടീനെ കുറിച്ചുള്ള യാതൊരു വിവര കാര്യങ്ങളും ഇല്ല. വണ്ടി പണിക്കിട്ടൊക്കെ ഇനി പണിക്കിട്ടുന്ന വീഡിയോ ഉണ്ടായിനി. പിന്നെ അതിനുശേഷം വേറെ ഒരു സ്റ്റോറീസോ ഒരു വീഡിയോസോ ഒന്നും നമ്മളെ വണ്ടീനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വണ്ടി പോയതോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സംഭവമൊക്കെ അവിടെ നിന്നു എന്ന് വേണം പറയാം. ഞാൻ പിന്നെ വണ്ടി പോയതിൻ്റെ ഇതുവരെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പോക്കേനി പിന്നെ അതിന് ശേഷം ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ ഒഫീഷ്യലായിട്ടുള്ള റിവീലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇട്ട് നമ്മളെ യൂട്യൂബിലായാലും റീല് സംഭവം ഇട്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഈ തുണി ഇങ്ങനെ മൂടി വെച്ചതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. ഓൾറെഡി എല്ലാവരും വണ്ടി കണ്ടു. പിന്നെ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്പെക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതാണ് മെയിൻലി ഈ ഒരു വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ സംഭവമൊക്കെ എടുത്തിട്ട് കുറേ ആയി, അതിനുള്ള മൂഡ് സംഭവമൊന്നുമില്ല. ഒന്നാമത് ആദ്യം വണ്ടി ഉണ്ടായില്ല, ആ ഒരു സമയത്ത് വീഡിയോ ഒന്നും എടുക്കാതെ ആ ഒരു ടച്ച് ഇങ്ങനെ വിട്ട് പോയപ്പം പിന്നെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവാണ് ഇപ്പോൾ, അതാണ് സംഭവം. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ആ ഒരു തുണിപ്പൊക്കൽ ചടങ്ങ് സംഭവമെല്ലാം കഴിഞ്ഞതാണ്. എന്നാലും ജസ്റ്റ് ഈ യൂട്യൂബ് വീഡിയോ എന്നുള്ള ഇതിൽ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് വണ്ടീൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും പറഞ്ഞിട്ട്, പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന സംഭവമാണ് ഓരോ ആക്സസറീസ് ഇതിൽ ചെയ്തിട്ടുള്ളത്, അത് ഏതിൻ്റെയാണ് ഇത് ഏതിൻ്റെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും എന്താണ് സംഭവം എന്നുള്ള കാര്യം മനസ്സിലാവുമല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാന്നുള്ള രീതിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു വ്ളോഗാണ്, വണ്ടിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ളൊരു ചെറിയ വ്ളോഗാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിലുള്ള ഓരോ സ്പേസും അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും, അത് വേണം ഇത് വേണം എന്നൊക്കെ തോന്നും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നമ്മളെ പേജിൽ കോൺടാക്ട് ചെയ്താൽ മതി, myspare.in. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള ഒരുവിധ എല്ലാ ആക്സസറീസും നമ്മുടെ അടുത്ത് സാധനമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. സംഭവം ഈ ഒരു വണ്ടി അങ്ങനെ അകത്ത് കയറിയപ്പോൾ ഞാനൊരു പേജ് തുടങ്ങി. അപ്പോൾ ആ ഒരു പേജാണ് MySpare. നമ്മുടെ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ സ്പെയർ കാര്യങ്ങളെല്ലാം അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ മണ്ടാപ്പിൻ്റെ റിമ്മായാലും എവിടെയും കിട്ടാത്ത ഐറ്റാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ടോപ്പിക് അതല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ തുണി അങ്ങ് പൊക്കിയാലോ. വലിയൊരു സെറ്റപ്പിലൊന്നും അല്ല പൊക്കുന്നത്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഓരോ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, tell me who gon' rise and fall. I've been running from my flaws, still I'm standing 10 feet tall. Mirror, mirror, don't you lie. I can see it in my eyes. Truth gon' surface every time, even when no other dancing with my shadow in a room full of gold, trying to count on my regrets like the stories I told. Mama said, boy, don't sell your soul for applause, but the silence louder now than a million God. I seen kings fall quick for a hit on a rail. ഗൈസ്, അപ്പോൾ ഞാൻ വണ്ടീൻ്റെ സ്പെക്കുകൾ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. എനിക്കറിയാവുന്ന രീതിക്കുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ വണ്ടിയിൽ ചേഞ്ച് ചെയ്ത ഒരു സംഭവം എന്ന് പറയുമ്പം സ്ട്രക്ചർ ഓൾമോസ്റ്റ് ബോഡി പാർട്സ് മൊത്തം വണ്ടിയിൽ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സെയിം പാർട്ട് തന്നെയാണ്. അതിൽ മെയിനായിട്ട് ചേഞ്ച് ചെയ്തതെന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ മൾഗാർഡാണ്, അത് RX-Z ആണ്. പിന്നെ നമ്മൾ അണ്ടർബെല്ലി ഈ ഒരു സെയിം അണ്ടർബെല്ലി തന്നെയാണ് ചെയ്തത്. ശരിക്കും നമ്മൾ 2 അണ്ടർബെല്ലിയിലും ചെയ്തിട്ടുണ്ട്, ആ ഒരു പുതിയ മോഡലും ചെയ്തിട്ടുണ്ട്, ഇതിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വീഡിയോ സംഭവമെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അണ്ടർബെല്ലിയാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സെയിം ബോഡി പാർട്സ് മാത്രമാണ് ഇതിലുള്ള. ബോഡി പാർട്സിലുള്ളൊരു ചേഞ്ച് എന്ന് പറയുമ്പം ഈ ഒരു ഫ്രണ്ട് മൾഗാർഡ് മാത്രമാണ്, അത് RX-Z മൾഗാർഡാണ്. ആ ഒരു സംഭവമാണ് ബോഡിയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു കളർ ചേഞ്ച് ചെയ്തു. ഞാൻ കോമൺ ആയിട്ടുള്ള വലിയ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു തന്നിട്ട് മാറ്റങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് പിന്നെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. ആ ഒരു മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ കളർ ചേഞ്ച്. പിന്നെ ബോഡിയിൽ കാര്യമായിട്ടുള്ള മാറ്റമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ഫ്രണ്ടിലെ മൾഗാർഡ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. പിന്നെ ബാക്കിലോട്ട് വരുമ്പം ഈ ഒരു കേരിയർ നമ്മൾ RX-ൻ്റെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പ്ലെൻഡറിൻ്റെ ഈ ഒരു കമ്പിയിലോട്ട് RX-ൻ്റെ സംഭവം സെറ്റാക്കിയ ഒരു സംഭവമാണ്. ഇതുകൊണ്ടുള്ള മെയിൻ യൂസ് എന്ന് പറയുമ്പോൾ കുറച്ച് വലിപ്പം ഉണ്ടാവും. പിന്നെ ഈ ഒരു ക്ലിപ്പ് ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ ഹോൾഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. പിന്നെ സീറ്റ് കവർ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആ ഒരു പഴയ ആ ഒരു ഷേപ്പ് ചെയ്ത് അടിച്ചിട്ടുള്ള ആ ഒരു സീറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്തു. പിന്നെ മെയിനായിട്ട് ഒരു മൊത്തത്തിലുള്ള ഒരു സ്പെക്ക് ചേഞ്ച് ചെയ്ത 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്ന് നമ്മൾ അണ്ടർബെല്ലിയാണ് ചെയ്ത അണ്ടർബെല്ലി വീട്ടിലാണ്, അത് അയച്ചു വെച്ചേക്കുവാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു അണ്ടർബെല്ലിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്പെക്ക് ചേഞ്ച് അതാണ്. പിന്നെയെന്ന് പറയുമ്പം ഈ ഒരു ഫുഡ് റെസ്റ്റ്, ഇത് എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് ആദ്യമായിട്ട് ഇറങ്ങിയത് നമ്മുടെ വണ്ടിയിലാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പീസ് നമ്മളെ MySpareൽ സ്റ്റോക്ക് ഉണ്ട്, ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്ക് പ്ലേറ്റ് എന്താണെന്ന് വെച്ചാൽ CBR 250 ഡിസ്ക് പ്ലേറ്റാണ്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്തപ്പോൾ അൻസും പറഞ്ഞത് ഹോണ്ട ഗ്യാരേജിൽ നിന്നും ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലേറ്റ് ഇറങ്ങുന്നതെന്ന്. അതുപോലെ മൊത്തത്തിൽ ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഏകദേശം 1 മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു സാധനം ഇവിടെ കിട്ടാറില്ല. അപ്പോൾ ഇത് പുറത്തുനിന്ന് നമ്മൾ വരുത്തിച്ചാണ്. അപ്പോൾ ഈ ഒരു ഡിസ്ക് പ്ലേറ്റിന് ഏകദേശം 2 സംതിങ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. അതും നമ്മളെ MySpare.in സാധനം അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കാര്യമായിട്ട് ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല വലിയ രീതിക്ക്. സിങ്കാമിൻ്റെ ആക്സിലായാലും സിങ്കാമിൻ്റെ ബുഷായാലും ഈ ഒരു ബോൾട്ട് നെട്ട് എല്ലാ സംഭവവും നമ്മൾ ഫ്രഷ് ഇട്ടേക്കുവാണ്. ഇതിൽ ഏറ്റവും ഒരു പഴയതായിട്ട് ഇതിൽ കിടക്കുന്ന ഈ ഒരു സൈലൻസറാണ്. അതെനിക്ക് മാറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം ഒരു ഒറിജിനൽ 999 ആ ഒരു ഒറിജിനൽ സാധനം അത് വേറെ മൂടാണ്. ഫോൾഡേഴ്സ് ആയാലും HK ആയാലും ഏതിട്ടഴിഞ്ഞാലും ഈ ഒരു ഒറിജിനൽ സൈലൻസറിൻ്റെ ആ ഒരു എന്താ പറയുക നാക്ക് കിട്ടൂല. നാക്ക് മീൻസ് ഇത് സൗണ്ട് കുറവാണെങ്കിലും ഇതുകൊണ്ട് വേറെ നെഗറ്റീവ് സൈഡൊന്നുമില്ല വണ്ടിക്ക്. പിന്നെ ക്രാഷ് കാർഡ് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സെയിം ക്രാഷ് കാർഡാണ് ആ ഒരു സ്പ്ലെൻഡറിൻ്റെ ക്രാഷ് കാർഡ്. അതിൽ കസ്റ്റം ചെയ്തെടുക്കുന്ന ഈ ഒരു സംഭവം. പിന്നെ നമ്മളെ ഹെഡാണെങ്കിൽ സ്റ്റോക്ക് ഹെഡ്, അതിൽ പവർ LED ആണ്. ഈ ഒരു പവർ LEDയും ആവശ്യമുള്ളവർ കുറേ പേര് മെസ്സേജ് സാധനം വായിച്ചിട്ടുണ്ട് നമ്മളെ പേജിൽ നിന്ന് ഓൾറെഡി. അപ്പോൾ ഈ ഒരു ഐറ്റം ആവശ്യമുള്ളവരും ഈ ഒരു ഫ്ലാറ്റ് ഡ്യൂം ആവശ്യമുള്ളവരും ഒക്കെ നമ്മളെ പേജിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാം മെസ്സേജ് ചോളിന്ന്. കാരണം ആദ്യമൊക്കെ ഓരോരുത്തർ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കത് അറേഞ്ച് ചെയ്യാൻ ഭയങ്കര പാടേനി. ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളടുത്ത് സാധനം സ്റ്റോക്കുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ പറയാൻ പറ്റും. പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മളെ നോർമൽ ആദ്യത്തെ ആ ഒരു ഹിമാലയൻ്റെ ഇൻഡിക്കേറ്റർ മെയിനായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് ആ ഒരു ഡിസ്ക് പ്ലേറ്റ്, പിന്നെ ഫ്രണ്ടിലെ സൈസ്, ഫ്രണ്ടിലെ വീൽ സൈസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ബജാജിൻ്റെ ഒറിജിനൽ വീലാണ്. ഇവിടെ എവിടെ ഉണ്ടാവും ബജാജ്, ഇതാ കണ്ടോ ബജാജ് 17 ഇഞ്ച് സൈസ്. 17 ഇവിടെ 17. അപ്പോൾ ബജാജിൻ്റെ 17 വീലാണ്. അതിൽ നമ്മൾ ടോളിങ്സിൻ്റെ ഈ ഒരു ടൈപ്പ് ഗ്രിപ്പ് വരുന്ന ടയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ വണ്ടിയിൽ കാര്യമായിട്ട് ചേഞ്ച്. മെയിനായിട്ട് ഫുഡ് റെസ്റ്റ് അതുപോലെ സംഭവം. പിന്നെ ഈ ഒരു ബാക്ക് പോർഷനിലെ ഈ ഒരു ഷോക്കിൻ്റെ മേളിലുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. ഇത് നോർമലി കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ബാക്ക് ഒന്ന് ഷേപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് താഴ്ന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു ഷോക്കിൻ്റെ ഹൈറ്റും കുറച്ചു. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കളർ ചേഞ്ച് ചെയ്തു, പിൻ ടു പിൻ റിസ്റ്റോറേഷൻ, അതൊക്കെ തന്നെയാണ് കാര്യമായിട്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുമ്പോൾ ഇതാണ്. എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറ. ഫുള്ളി ഒരു നീറ്റാണ്. ഞാൻ പിന്നെ കീ ചെയിനൊന്നും ഇടാകുന്നില്ല. ഇനി ഇത് സ്ക്രാച്ച് ആവണ്ടെന്ന് കരുതിയിട്ട് ഇതുപോലെ ചാവി സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. നോർമൽ ബ്രേക്ക് സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ ഗ്ലാമറിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പാസ് അടിക്കുന്ന സംഭവമാണ്. ഇതിപ്പോഴും പാസ് അടിക്കുന്നുണ്ട് ഡയറക്റ്റ് ബാറ്ററി കൊടുത്തുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. പിന്നെ ഈ ഒരു കളറ് എങ്ങനെയുണ്ട്, ഈ ഒരു കളറിൻ്റെ സംഭവം കറക്റ്റ് കാണാൻ പറ്റുമെന്നറിയില്ല. ഞാൻ എന്തായാലും ഇതിൽ പേളുണ്ട്, പേള് കാണിച്ചു തരാം. കാണുന്നുണ്ടോ ഒരു തിളങ്ങുന്ന സംഭവം? അത് സൂര്യൻ അടിക്കുമ്പോഴും ലൈറ്റ് ഇതിലോട്ടാകുമ്പോഴൊക്കെയാണ് കാര്യമായിട്ട് അതിൻ്റെ ഒരു സംഭവം അറിയാൻ പറ്റുക. കണ്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്ന് എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നു. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ബാക്കിലെ ഈ ഒരു മഡ് ഫ്ലാപ്പ് ഏതാണെന്ന് വെച്ചാൽ സ്പ്ലെൻഡറിൻ്റെ തന്നെ സ്റ്റോക്കാണ്. സ്റ്റോക്ക് പഴയ മോഡൽ ഉണ്ട്. അതായത് നമ്മൾ താഴോട്ടുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് ഇതുപോലെ കയറ്റി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്, ഇതൊരു ചേഞ്ചാണ്. പിന്നെ ബാക്കിലെ റിം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇത് എൻഡൈസറിൻ്റെ റിമ്മാണ്. ഇത്രയ്ക്ക് വീതി വരുന്ന ഈ ഒരു റിമ്മാണ്. ഇത് നമ്മൾ അയച്ച് കെട്ടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് അയച്ച് ഹബ്ബ് പെയിൻറ്റ് ചെയ്ത് പിന്നെ കെട്ടിയിട്ടുണ്ട് ഇതിലോട്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾ ഈ ഒരു റിമ്മ് മാറ്റിയിട്ടില്ല. കാരണം റിമ്മ് ഈ ഒരു എൻഡൈസർ റിമ്മ് കിട്ടാനില്ല. പിന്നെ ഉള്ളത് വെറുതെ ഒഴിവാക്കി കളയേണ്ടെന്ന് കരുതിയിട്ട് അത് ചേഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ നമ്മളെ വർക്കെല്ലാം എവിടെ നിന്ന് എടുത്തതെന്ന് ചോദിച്ചാൽ നമ്മളിത് അനസിൻ്റെ അടുത്തു നിന്നാണ്. ASD യൂണിക് കസ്റ്റം. ഇവിടെ ഹൈറ്റ് നമ്മൾ സ്റ്റെയിൻലെസ്സിലായിട്ട് ചെയ്തിട്ടുള്ളത്. 4 ഇഞ്ച് സ്റ്റെയിൻലെസ് ആ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ഫോർക്കിൻ്റെ അതേ ഒരു നീറ്റിൽ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. നല്ല വൃത്തിയിൽ തന്നെ അതവിടെ കിടന്നോളും. അതൊക്കെയാണ് അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ്. അപ്പോൾ 4 ഇഞ്ച് ആയിട്ടെല്ലാം നമ്മളെ പേജിലുണ്ട്. അപ്പോൾ അത് ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഇതൊന്ന് പിടിച്ചാൽ ഒന്ന് റണ്ണിങ് ഷോട്ട് കാണിച്ചു തരാം. വണ്ടീൻ്റെ സൗണ്ടൊക്കെ ഒരു പഴയ സൗണ്ടാണ്. പിന്നെ ഈ ഒരു യൂണിക്കോണിൻ്റെ ഹാൻഡിൽ സെറ്റ് ഇതും നമ്മളെ പേജിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. എന്നാ പിടിച്ചോ. അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സ്പോട്ട്. അപ്പോൾ വണ്ടിയുടെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. റൈഡറിന് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ഇതുപോലെയാണ്. ഫുള്ള് നീറ്റാണ്. നമ്മളെ മീറ്ററിൻ്റെ കേസ് ആയാലും എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിൻ ടു പിൻ റിസ്റ്റോറേഷനിൽ അതൊക്കെ പെടും. അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതൊക്കെ ജസ്റ്റ് കമൻറ്റ് അയക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? എന്താ പറയുന്നു? കളിക്കല്ലേ. എവിടേക്ക് എന്നിട്ടോ? അതിന് അവിടുന്ന് ഇങ്ങോട്ട് എടുത്താലേ ക്ലിയർ ഉണ്ടാവുള്ളൂ.
ആ വീഡിയോ ഒക്കെ ഉള്ളത് നോക്കണ്ട, ഫോട്ടോ വീഡിയോ മാറ്റണ്ട അറിയില്ല ഗൈസ്. അപ്പോൾ വണ്ടി കണ്ടിട്ട് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട് വണ്ടി, വർക്ക് ചെയ്തിട്ട് പഴയതിനെക്കാട്ടിലും ലുക്കായോ, അതുപോലെ കളറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് കമൻറ്റായിട്ട് അയയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സ്പ്ലെൻഡറിൽ തന്നെ നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളോട്ടിട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.